എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചന എങ്ങാനും ആണോ ഇത്? പൂജയ്ക്ക് വേണ്ടി, അങ്ങയുടെ അലങ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്ന ഈ പൂവ് എന്തുകൊണ്ട് നിലത്ത് വീണത്? മനസ്സിൽ എന്തോ ഒരു വെപ്രാളം പോലെ. ഒരു പക്ഷേ എതിരാളികൾ എന്റെ അടയാളം അന്വേഷിക്കുകയാണോ? എനിക്കെതിരെ തന്ത്രങ്ങൾ മെനയുകയാണോ? ദുഷ്ടശക്തികളുടെ പിടിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ഭഗവാനെ. എതിരാളികൾ എന്തോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മഹാദേവ. ഏതോ ദുഷ്ടശക്തി എന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പ്രശ്നത്തിൽ നിന്ന് അങ്ങ് തന്നെ എന്നെ രക്ഷിക്കണം മഹാദേവ. അങ്ങയുടെ സന്നിധാനത്തിലായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ജയ് മഹാകാള, ജയ് മഹാകാള. രുദ്ര, ആ നാഗകന്യക മഹാദേവന്റെ സന്നിധിയിലാണ് ഇപ്പോഴുള്ളത്. അനന്യ, എന്ത് സംഭവിച്ചാലും നീ തിരിഞ്ഞു നോക്കരുത്. ഏതൊരു ശക്തി എന്നെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചിറ്റമ്മേ. പൂജ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ മനുഷ്യരൂപത്തിലാണുള്ളത്. പക്ഷേ മുഖം തിരിച്ചറിയാനാകുന്നില്ല. മഹാദേവനെ പ്രാർത്ഥിക്കൂ. ഈശ്വര, എന്നെ രക്ഷിക്കൂ. സ്വാമി, എങ്ങനെയെങ്കിലും നാഗകന്യകയുടെ മുഖം ഒന്ന് കാണിച്ചു തരൂ. ആരോ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എനിക്കത് തടുക്കാനാവുന്നില്ല. ആ നാഗകന്യകയുടെ മുഖം എനിക്ക് കാണണം. കാണിച്ചതാ. ജയ് മഹാകാള. രുദ്ര, നമ്മളിപ്പോൾ നാഗകന്യകയുടെ മുഖം കാണും. ഏത് രൂപത്തിലാണ് ഇപ്പോഴുള്ളതെന്നും അറിയും. തിരിയൂ, തിരിയൂ എന്റെ നേർക്ക്. സ്വാമി, ഇത് എന്താ സംഭവിച്ചേ? അവളുടെ മുഖം കണ്ടില്ലല്ലോ. നീ വിഷമിക്കേണ്ട രുദ്ര. അവളുടെ രൂപം എന്താണെന്നറിയില്ല. പക്ഷേ എവിടെയുണ്ടെന്നറിയാൻ കഴിഞ്ഞു. സ്വാമി, നാഗകന്യക എവിടെയാണ്, ഏത് നാട്ടിലാണുള്ളതെന്ന് പറയൂ. അവളെ കൊന്നുകളഞ്ഞേക്കാം. ഓരോ നിമിഷവും അവളെ കുറിച്ചുള്ള ചിന്തകൾ അവസാനിപ്പിക്കാം. അവൾ എവിടെയാണെന്ന് പറഞ്ഞാലും സ്വാമി. ദുർഗാപുരി. നിന്റെ വീട്ടിൽ നിന്നും 7-8 മൈൽ അകലെയായി. ദുർഗാപുരിയിലാണ് അവൾ ഇപ്പോഴുള്ളത്. ദുർഗാപുരിയിൽ എവിടെയാണ് സ്വാമി? ദുർഗാപുരിയിലുള്ള ആ മഹാദേവന്റെ ക്ഷേത്രത്തിനുള്ളിലാണുള്ളത്. ഇനി താമസിക്കാൻ പാടില്ല രുദ്ര. ആ നാഗകന്യകയെ സമാധിയാക്കണം രുദ്ര. ഇന്ന് അവളുടെ അവസാന ദിനമാണ്.
പുറപ്പെടാം. നമസ്കാരം. നമസ്കാരം. സുഭദ്രാമ്മ വന്നില്ലേ? ഇല്ല, അമ്മ ഞങ്ങളോട് പോയിട്ട് വരാൻ പറഞ്ഞു. പൂജാരി, ഇതാ തങ്ക തൃശൂലം. ഇത് മഹാദേവന് സമർപ്പിച്ചോളൂ. ഞങ്ങളാൽ കഴിയും വിധം മഹാദേവൻ പറയുന്നത് പോലെയാണ് ജീവിക്കുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഞങ്ങളോട് കരുണയില്ല. വിഷമിക്കാതിരിക്കൂ. പരമാത്മാവ് എല്ലാ കാര്യവും നോക്കിക്കോളും. ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഒരു കുഞ്ഞുണ്ടായാൽ മാത്രം മതി. 8 വർഷമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പരമാത്മാവ് വിശ്വസിക്കുന്നവരെ കൈവിടില്ല. ചിലപ്പോ ഇന്ന് തന്നെ അദ്ദേഹം നിങ്ങളുടെ കുറവ് തീർത്തു തരും. ആർക്കറിയാം? നിങ്ങളുടെ വിഷമം ഉടൻ തന്നെ മാറും. പൂവും പഴവും തരൂ, പൂജ ആരംഭിക്കാം. താഴെ വീണ പൂവ് ഭഗവാന് സമർപ്പിക്കരുത്. ഇത് വാങ്ങൂ. പൂജാരി, അങ്ങയുടെ സ്വന്തക്കാരിയാണോ ഇവൾ? കഴിഞ്ഞ ജന്മത്തിൽ മകൾ, ഈ ജന്മത്തിൽ വളർത്തുമകൾ. ഇവൾക്ക് ആരുമില്ല. എന്റെ വീട്ടിലാ താമസം. എല്ലാം അദ്ദേഹത്തിന്റെ ലീലകൾ. നിങ്ങൾക്ക് കുട്ടികളില്ല. ഇവൾക്ക് അച്ഛനും അമ്മയും ഇല്ല. ഇവളെ കാണുമ്പോഴെന്തോ മനസ്സിനാകെ ഒരു സന്തോഷം പോലെ. ഏതോ പൂർവജന്മ ബന്ധം പോലെ. ഇവളെ കാണുമ്പോഴെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു. എന്താന്നറിയില്ല, ഇവളെ കണ്ടതിന് ശേഷം മനസ്സിന് ഒരാശ്വാസം പോലെ. എട്ട് വർഷമായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനലിന് മുകളിൽ മഴ പെയ്തതുപോലെയുണ്ട്. ഇത് ആ ഈശ്വരന്റെ മഹിമ തന്നെയായിരിക്കും അല്ലേ പൂജാരി? അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ
ഞങ്ങൾ ഇവളെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ? ഞങ്ങളുടെ മകളായിട്ട്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ. മക്കളില്ലാത്തതുകൊണ്ട് പരമേശ്വരന് തങ്കത്രിശൂലം കൊടുത്തു. കൊടുത്തതിന് ശേഷം കുട്ടികളെ അല്ല ഇവളെ കൂട്ടിക്കൊണ്ടു പോകട്ടെ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അദ്ദേഹം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നൽകും. എന്നാൽ കൊടുക്കുന്ന രീതി വിഭിന്നമായിരിക്കും. പൂജാരി, അനന്യ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണോന്ന് എന്റെ മനസ്സ് പറയുന്നു. മനസ്സിൽ തോന്നിയത് പറഞ്ഞു. പാവ അനന്യ അത് വേദനിപ്പിച്ചോ എന്തോ. എന്താന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചതിന് ശേഷം അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയെയും ഓർമ്മ വന്നിട്ടുണ്ടാവും. ദൈവസന്നിധിയിൽ വെച്ച് അനന്യയെ കണ്ടിട്ട് നിങ്ങൾക്ക് അവളോടൊരു ഇഷ്ടം തോന്നി. അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്നും തോന്നി. എന്നുവെച്ചാൽ അത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും. പൂജാരി, അങ്ങ് അനന്യയോട് ഒന്ന് സംസാരിക്കുവോ? അവൾ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായിരിക്കും. അനന്യ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. വളർത്തു മകളാണെന്നുള്ള ചിന്തയെ വേണ്ട. അവളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. കൂടെ അയക്കാമോ പൂജാരി? നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിന് എനിക്ക് ഒരു എതിർപ്പുമില്ല. ഈ ക്ഷേത്രം തന്നെ തന്നത് നിങ്ങളാണ്. നിങ്ങളെക്കുറിച്ച് എനിക്കറിയാവുന്നതല്ലേ. പറഞ്ഞയക്കുന്നതിൽ എനിക്കൊരു മടിയുമില്ല. എന്നാൽ പറഞ്ഞേക്കാൻ അങ്ങേക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവളെ സ്വന്തം മകളെ പോലെ വളർത്തിയതല്ലേ? ഇല്ല മോളെ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടേത് സൗകര്യമുള്ള വീടല്ലേ, അതവൾക്ക് നല്ലതല്ലേ. അവൾക്ക് നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് പ്രായമായി. മഹാദേവനെ സേവിച്ച് എപ്പോ കണ്ണടയ്ക്കുമെന്നറിയില്ല. പ്രായം തികഞ്ഞ പെണ്ണിനെ ഈ വനത്തിൽ എന്തിനു താമസിപ്പിക്കണം? അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടാക്കിയതെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ അഭിപ്രായം അവളെ അടിച്ചേൽപ്പിക്കണ്ട. അവളുടെ ഇഷ്ടം എന്താന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. ഉടൻ തന്നെ അവളോട് ചോദിക്കാം. ഭഗവാന്റെ ഇഷ്ടം എന്താണോ അത് തന്നെ നടക്കട്ടെ. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? വിഷമമായോ? അവരോടൊപ്പം പോകാൻ എനിക്ക് താല്പര്യമില്ല. ചിലരെ ഞാൻ വിശ്വസിക്കില്ല. ചില കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അവര് നല്ല ആൾക്കാരാ. എത്രയോ വർഷങ്ങളായി എനിക്കറിയാം. ഇവിടത്തെക്കാളും നിനക്ക് അവിടെ ആയിരിക്കും നല്ലത്. നല്ല രീതിയിലാവാനും നല്ല രീതിയിൽ ജീവിക്കാനും ആയിട്ടല്ല പൂജാരി ഞാൻ ഇവിടെ വന്നത്. ഭഗവാൻ പറയിക്കുന്നതാണ് ഈ വാക്കുകൾ. നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നീ ആരാണ്, എന്തിനാണ് വന്നത്, എല്ലാം എനിക്കറിയാൻ അനന്യ. അറിഞ്ഞിട്ടും ഞാൻ നിനക്ക് അഭയം തന്നത് എന്തിനാണെന്നറിയാമോ?
നിനക്ക് അന്യായം സംഭവിച്ചതുകൊണ്ടാ. ആ മഹാദേവന്റെ ആജ്ഞയാണിത്. അതുകൊണ്ടാ നിനക്ക് അഭയം തന്നത്. നിനക്ക് അഭയവും കിട്ടി, സുരക്ഷയുമായി. നിന്റെ പ്രതിജ്ഞ, പ്രതികാരം എല്ലാം എനിക്കറിയാം. ഇരിക്കുന്ന സ്ഥലം മാറിയാലും നമ്മളുടെ തീരുമാനങ്ങൾ മാറാറില്ല. അധികം ആലോചിക്കണ്ട. എല്ലാ മനുഷ്യരും മോശക്കാരല്ല. മനുഷ്യരിൽ ചില ദുഷ്ടന്മാരുമുണ്ട്, അത്രേ ഉള്ളൂ. കുറച്ചു നാളുകൾക്കുള്ളിൽ ഞാൻ വന്ന കാര്യമെല്ലാം നിറവേറ്റിയിട്ട് മടങ്ങിപ്പോവും പൂജാരി. നിന്റെ ലക്ഷ്യവും പ്രതിജ്ഞയും എല്ലാം നിറവേറണമെങ്കിൽ നീ അവരുടെ വീട്ടിലേക്ക് പോയേ മതിയാകൂ. ആ മഹാദേവന്റെ തീരുമാനവും അതുതന്നെയാണ്. അദ്ദേഹം കാട്ടിത്തന്ന വഴി നീ നിരാകരിക്കരുത്. നീ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. നീ ഇവിടെ നിൽക്കാൻ പാടില്ല. അനന്യ വരില്ലെന്ന് വിചാരിക്കുന്നു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അവൾ ഞങ്ങളോടൊപ്പം വരുന്നത് ആ ഈശ്വരനും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എല്ലാത്തിനൊരു ഭാഗ്യമൊക്കെ വേണമല്ലോ. അതില്ലാന്ന് വിചാരിക്കാം. ഞങ്ങൾ ഇറങ്ങുന്നു. മഹാദേവൻ കാട്ടുന്ന വഴിയിലൂടെ നാം പോകണം. ഞാൻ നിങ്ങളോടൊപ്പം വരാം. ഇതാണ് ഭഗവാന്റെ തീരുമാനം. അദ്ദേഹത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടെന്നുള്ളതിന് ഇതാണ് സാക്ഷി. അങ്ങ് എനിക്കൊരു നല്ല വഴിയാണ് കാട്ടിത്തന്നത്. നിങ്ങൾ ചെയ്തത് വലിയ ഉപകാരമാണ്. നിനക്ക് നല്ലതേ വരൂ മോളെ. പോയി വരൂ. നിന്റെ മനസ്സിലുള്ളതെല്ലാം നിറവേറട്ടെ. പൂജാരി, എന്നെന്നും ഞങ്ങൾ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. എത്രയോ തവണ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇവിടെ നിന്ന് ഇത്ര സന്തോഷത്തോടെ മടങ്ങുന്നത്. എല്ലാം നല്ലതിന്. വാ മോളെ, നമുക്ക് പോകാം. നമ്മുടെ വീട്ടിലേക്ക് പോകാം. ശിവഗംഗേ ശിവഗംഗേ ശിലാഗംഗേ ശ്യാമസാന്ധ്യഗംഗേ ത്രികാലമോക്ഷഗംഗേ ശിവഗംഗേ രുദ്ര, ഈ ക്ഷേത്രമാണ്. ഇതേ ക്ഷേത്രത്തിൽ തന്നെയാണ് നമ്മുടെ എതിരാളിയായ ആ നാഗകന്യക ഉള്ളത്. ഏയ് വിഷസർപ്പിണി, എവിടെയാണ് നീ? വാ. ദൈവസന്നിധിയിൽ ഒളിച്ചിരിക്കുകയാണോ നീ? നിന്റെ ശക്തി എന്താണെന്ന് ഞാനും കാണട്ടെ. വാ.
നിന്നെ പോലൊരു പുഴു എന്റെ മുന്നിലും എന്റെ ശക്തിക്ക് മുന്നിലും ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. 10 വർഷം കൊണ്ട് നീ മഹാദേവനെ പ്രാർത്ഥിച്ച് നേടിയ ശക്തികളെല്ലാം എന്റെ മുന്നിലൊന്ന് പ്രദർശിപ്പിക്കുക. വാ വാ. സ്വാമിജി, ഈ ക്ഷേത്രം തന്നെയാണോ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. രുദ്ര, വെറുതെ നീ എന്റെ ശക്തിയെ സംശയിക്കരുത്. ഇവിടെ എവിടെയെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അവൾ. നീ പോയി അവളെ പിടിച്ചുകൊണ്ടുവാ.